തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 നവംബർ 26 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 3 മുതൽ 7 വരെയും, വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 12 മുതൽ 19 വരെയും തിരുവചനങ്ങൾ. വിശേഷാറ്റം പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. ക്രിസ്തുവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് നാം, സത്യമാകുന്ന വചനത്താൽ. അപ്രകാരം വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യം ജീവിതത്തിൽ നാം എത്രത്തോളം നിലനിർത്തുന്നുണ്ട് എന്ന് പരിശോധിക്കാൻ ദൈവവചനം എന്ന് നമ്മോട് പറയുന്നു. എങ്ങനെയാണ് ക്രിസ്തുവിനാൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടത്? സുവിശേഷത്തിൽ അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, സത്യത്താൽ ഇവരെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനമാണല്ലോ സത്യം. തൻ്റെ ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ശിഷ്യരുടെ വാക്ക് കേൾക്കുന്ന സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ വാക്കുകളാണിത്. എങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെടുക? യേശു വിശുദ്ധീകരിച്ചത് സ്വന്തം കുരിശിലാണ്. തന്നെ തന്നെ വിശുദ്ധീകരിച്ചു എന്ന് പറയുന്നതിനർത്ഥം കുരിശിൽ മരിച്ചു എന്നാണ്. സ്വയം മരിച്ചുകൊണ്ട്, കുരിശിൽ സ്വയം അർപ്പിച്ചുകൊണ്ട് ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തു. നമ്മുടെ കുരിശുമരണമാണ് അവിടുന്ന് കുരിശിൽ വീണ്ടെടുത്തത്. യഥാർത്ഥത്തിൽ ആ കുരിശിൽ അർപ്പിക്കപ്പെടേണ്ടിയിരുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്, നമ്മുടെ പാപത്തിന് ശിക്ഷയായിട്ട്. അപ്രകാരം നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ശിക്ഷയെ ക്രിസ്തു സ്വീകരിച്ചുകൊണ്ട് നമ്മെ കുരിശിൽ നിന്ന് മോചിപ്പിച്ചു. അതാണ് നമുക്ക് സംഭവിച്ച വിശുദ്ധീകരണം. സത്യത്താൽ അവിടുന്ന് നമ്മെ പവിത്രീകരിച്ചു. അങ്ങനെ സത്യത്താൽ വിശുദ്ധീകരിച്ച യേശു നമ്മോട് പറയുന്നത് ക്രിസ്തുമാർഗത്തിനനുസരിച്ച് ജീവിക്കാനാണ്, ക്രിസ്തുവിനെ ലോകത്ത് പ്രകാശിപ്പിക്കാനാണ്. യേശു ക്രിസ്തുവിനെ പ്രതി നമ്മുടെ ജീവിതത്തെ അർപ്പിക്കുമ്പോൾ നാം ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കുന്നവരായി മാറും. നമ്മുടെ ജീവിതത്തിൻ്റെ സാമാന്യത ലംഘിക്കാൻ നമുക്ക് കഴിയുന്നത് ഈ വിശുദ്ധീകരണ അനുഭവത്തിൽ തുടരുമ്പോഴാണ്. എന്താണ് വിശുദ്ധീകരണ അനുഭവം? അത് ലോകത്തെ കാര്യമാക്കാതിരിക്കലാണ്, ക്രിസ്തുവിൻ്റെ വചനങ്ങളെ കാര്യമാക്കലാണ്, അല്ലെങ്കിൽ വചനമാകുന്ന സത്യത്തെ ഹൃദയത്തിൻ്റെ അടിസ്ഥാന നിലപാടായി സ്വീകരിക്കലാണ്. എങ്ങനെയാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാന നിലപാടായി ക്രിസ്തുവിനെ സ്വീകരിക്കുക? വളരെ ലളിതമാണത്. എങ്ങനെയാണ് ക്രിസ്തു ഭൂമിയെ കണ്ടത്? എങ്ങനെയാണ് ക്രിസ്തു പിതാവായ ദൈവത്തെ കണ്ടത്? എങ്ങനെയാണ് ക്രിസ്തു സഹോദരനെ കണ്ടത്? എങ്ങനെയാണ് ക്രിസ്തു പാപത്തെ കണ്ടത്? എങ്ങനെയാണ് ക്രിസ്തു ആത്മാവിൻ്റെ പ്രവർത്തനമനുസരിച്ച് ജീവിച്ചത്? ക്രിസ്തുവിനെ ഹൃദയത്തിൻ്റെ നാഥനായി, കേന്ദ്രബിന്ദുവായി, നമ്മുടെ പ്രവർത്തന വഴിയായി സ്വീകരിക്കലാണ്. അപ്രകാരം നാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നാം വിശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് ഉയരുമെന്നാണ് വചനമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക. യേശു പറയുന്നുണ്ട്, അങ്ങയുടെ വചനം ഞാൻ ഇവർക്ക് നൽകിയിരിക്കുന്നു പിതാവേ, ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരികയാണല്ലോ. ഞാനിപ്പോൾ ഇത് പറയുന്നത് ഇവരുടെ സന്തോഷം പൂർണ്ണമാകാനാണ്. എങ്ങനെയാണ് സന്തോഷം പൂർണ്ണമാകുക? ക്രിസ്തു ഈ വചനമായ ക്രിസ്തു സ്വയം അർപ്പിച്ചുകൊണ്ട് തങ്ങളെ രക്ഷിച്ചു എന്ന പരമമായ ബോധ്യം ശിഷ്യർക്കുണ്ടാകുമ്പോഴാണ് അവർ സന്തോഷത്തിലേക്ക് വരിക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷമില്ലാത്ത എന്തുകൊണ്ടാണ്? ക്രിസ്തു എന്നെ വിമോചിപ്പിച്ചിട്ടുണ്ട്, വീണ്ടെടുത്തിട്ടുണ്ട്, അവൻ എനിക്ക് പകരമായി മരിച്ചിട്ടുണ്ട് എന്ന സത്യം നാം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. എത്ര മഹത്തായ കാര്യമാണ് അവിടെ നമുക്ക് വേണ്ടി ചെയ്തത്! തന്നെ തന്നെ കുരിശിൽ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പാപത്തിന് പരിഹാരമായി, നമ്മുടെ കുറവുകൾക്ക് പരിഹാരമായി നാം നീതീകരിക്കപ്പെട്ടു. ക്രിസ്തുവിൽ ഇപ്രകാരം നാം നീതീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന സത്യം തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ മാത്രമേ ലോക ജീവിതത്തിനകത്ത് നാം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നിത്യമായവയല്ലെന്നും നാം ഇങ്ങനെ ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ടവരാണെന്നുള്ള ബോധ്യം നമ്മെ നയിക്കും. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മെ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുത്തുന്നത് നമ്മുടെ കുറ്റബോധമാണ്, നമ്മുടെ വീഴ്ചകളെക്കുറിച്ചുള്ള ചിന്തകളാണ്. നമ്മെ വീണ്ടെടുത്ത കർത്താവ് കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ വിമോചിപ്പിച്ചിട്ടുണ്ടെന്നും അവനിലാണ് നാം ജീവിക്കുന്നതെന്നും ഹൃദയ ഉറപ്പുണ്ടായാൽ നമ്മുടെ ഭാരം അകലുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ സംബന്ധിച്ച് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, അല്പകാലത്തേക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നുവെങ്കിലും അവ നിത്യമല്ല. ഈ കഷ്ടപ്പാടുകൾ നിത്യമല്ലെന്നും അത് വിശുദ്ധീകരണ മാർഗമാണെന്നും ഇതിലൂടെ അപ്പുറത്തേക്ക് കടക്കാൻ നമുക്കാകുമെന്നും ക്രിസ്തുവിനോടൊപ്പമാണ് നാം സഹിക്കുന്നതെന്നും വചനം ഓർമ്മപ്പെടുത്തുകയാണ്. പിതാവായ ദൈവം ക്രിസ്തുവിൻ്റെ മരണത്തോടെ, ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തോടെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണിത്. മരണം അവസാന വാക്കല്ല. ക്രിസ്തു ഉദ്ധിതനായി എന്നത് ചെറിയ കാര്യമല്ല. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നാം അനുഭവിക്കുന്ന ക്ലേശങ്ങളിൽ നമ്മുടെ അവസാനമില്ലെന്ന് കാണിക്കാൻ ദൈവം നമ്മുടെ മുമ്പിൽ തൻ്റെ പുത്രൻ്റെ മരണവും ആ മരണത്തിൽ നിന്നുള്ള ഉദ്ധാനവും അവതരിപ്പിക്കുകയാണ്. ശിരറ്റം പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ക്ലേശങ്ങൾ സഹിച്ചു മരിച്ചു എന്നത് നമ്മുടെ ജീവിത ക്ലേശങ്ങളെ നാം ജയിക്കുമെന്നും ഉദ്ധിതരാകുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അപ്രകാരം ഒരു ബോധ്യത്തോടെ സഹനങ്ങളെ സ്വീകരിക്കാൻ നാം പ്രാപ്തരാവുകയാണ് ക്രിസ്തുവിൽ. അല്പകാലത്തേക്ക് ലോകത്തുണ്ടാകുന്ന പരീക്ഷകൾ നമ്മളെ വ്യസനിപ്പിച്ചാലും സങ്കടപ്പെടുത്തിയാലും അത് അവസാന വാക്കല്ലെന്നും അഗ്നിശോധന ചെയ്ത സ്വർണം പോലെ നാം കൂടുതൽ തെളിമയോടെ പ്രകാശിക്കുമെന്നാണ് വചനം പറയുക. നമുക്കൊരിക്കലും നഷ്ടമില്ലെന്നും നാശമില്ലെന്നും അനുഭവിക്കുന്ന ക്ലേശങ്ങളും വേദനകളും ഒക്കെ ഇപ്രകാരം ഗുണകരമാണ് എന്നൊരു ബോധ്യം നിലനിർത്തി ജീവിക്കാനായാൽ ഇന്നുള്ള പരിതാപാവസ്ഥയിൽ നമുക്ക് മോചനം കിട്ടും. ഇന്ന് നാം കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഭൗമികവാസകാലത്തെ എങ്ങനെയെങ്കിലും ക്ലേശങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നാണ്. അതിൻ്റെ അർത്ഥം
അർത്ഥം എന്താണ്? നാം ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം നിത്യതയുമായ അനശ്വരമായ ഒരു പ്രത്യാശയിലേക്ക് ഞങ്ങളെ വിളിക്കേണ്ടതില്ലെന്നാണ്. ഭൗമികമായ ഈ താല്പര്യങ്ങൾക്കകത്ത് ഈ പരീക്ഷകളിൽ നിന്ന് മോചിതരായി സന്തോഷത്തോടെ സുഖത്തോടെ ജീവിക്കാൻ കഴിയണമെന്ന് പറയുമ്പോൾ യഥാർത്ഥ സന്തോഷത്തെ വേണ്ടെന്ന് വയ്ക്കുകയാണ് നാം. ക്രിസ്തുവിൽ നാം വിമോചിതരാകുന്നുണ്ട്, ഉദ്ധിതരാകുന്നുണ്ട്, പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നാം പ്രവേശിക്കുന്നുണ്ട് എന്ന പരമാർത്ഥം നാം പലപ്പോഴും മറന്നു കളയുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. നാം യഥാർത്ഥ സന്തോഷമായി കരുതുന്നത് ഭൗമികമായ നേട്ടങ്ങളെയാണ്. നിലനിൽപ്പില്ലാത്ത നേട്ടങ്ങൾ, ഇന്ന് കിട്ടുന്നവ നാളെ നഷ്ടപ്പെടുന്നു. അനശ്വരമായവയൊന്നുമില്ല, എല്ലാം നശ്വരമായവ. ഈ നശ്വരമായ സന്തോഷത്തെയാണോ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നത്? അനശ്വരമായ ക്രിസ്തുവിലുള്ള പ്രത്യാശയാണോ? ഏതാണ് മെച്ചപ്പെട്ടതെന്ന് ഹൃദയം കൊണ്ട് തീരുമാനിക്കണം. നാം എപ്പോഴും ഒരു ബോധ്യത്തോടെ വിശ്വാസജീവിതം നയിക്കുമെങ്കിൽ മാത്രമേ ആ ജീവിതം ഗുണകരമായ അനുഭവപരമായ ഒന്നായിട്ട് മാറൂ. നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബലമാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ്, ഭൗമികതയല്ല എനിക്ക് ആവശ്യം, അനശ്വരമായ രക്ഷയാണ്, പ്രത്യാശയാണ് എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ജീവിത സഹനങ്ങൾ, ക്ലേശങ്ങളൊക്കെ നിസ്സാരങ്ങളായി കരുതാൻ പറ്റും. ഈ അല്പകാലത്തേക്കുള്ള പരീക്ഷകളായി തിരിച്ചറിയാൻ പറ്റും. അവയെ അതിജീവിച്ചാൽ പ്രാപിക്കാൻ പോകുന്ന സ്വർഗീയ മഹത്വത്തെക്കുറിച്ചുള്ള ബോധ്യം അയാളെ സന്തോഷവാനാകും. ക്രിസ്തുവിനോടൊപ്പം മഹത്വത്തിൽ പങ്കുചേരാനുള്ള അവസരമായി തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാകും. അപ്രകാരം ഒരു ജീവിതമാണ് ക്രൈസ്തവനുണ്ടാകേണ്ടതെന്ന് വചനം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യത്തോടെ ജീവിക്കാൻ കഴിയാതെ പോയ, ലോകമോഹങ്ങളിൽ പെട്ടുപോയ, താൽക്കാലികതയിൽ പെട്ടുപോയ എല്ലാ നിമിഷങ്ങളെയും ഓർക്കാം. അനുതാപത്തോടെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാം. ബലിമേശയിൽ നമ്മെ തന്നെ അർപ്പിച്ചുകൊണ്ട് നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെ ക്ലേശങ്ങളെ, അനുഭവിക്കുന്ന പരീക്ഷകളെ, പീഡകളെയൊക്കെ സ്വീകരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.